എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും സർഗോത്സവം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ സെയിന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. The most elevating means of communication with Lord our God is through a song. So, let's enjoy a melodious song. ദൈവമേ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ ഇൻമനം ദിവ്യകാരുണ്യമറിയുന്നു. ദൈവസ്നേഹം നുകരുന്നു. ആശാദീപം അണയാതിന്നും കാറ്റിലും കോളിലും കാത്തു നീ. ദൈവമേ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ ഇൻമനം ദിവ്യകാരുണ്യമറിയുന്നു. ദൈവസ്നേഹം നുകരുന്നു. പൈതലിന്റെ ഭാവമോടെ പാടുന്നു, സ്തുതി പാടുന്നു. നൂതനമോ ഗാനമേറ്റു പാടുന്നു, സ്തുതി പാടുന്നു. രാവും പകലും നിൻ കീർത്തനം, ഈ മൺചിരാതിന്റെ നാളം. രാവും പകലും നിൻ കീർത്തനം, ഈ മൺചിരാതിന്റെ നാളം. ദൈവമേ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ ഇൻമനം ദിവ്യകാരുണ്യമറിയുന്നു. ദൈവസ്നേഹം നുകരുന്നു. കാവൽ നിൽക്കും നീ വിളക്കിൻ നാളമായി നിൻ സന്നിധിയെ. നീരുവിൻ്റെ നോവുകൾ ഞാൻ നേർച്ചയായി എന്നേക്കുമ്പോൾ എൻ ജന്മകൂടാരവാതിൽക്കൽ നീ നിൻ മന്നയായി പെയ്തുവല്ലോ. എൻ ജന്മകൂടാരവാതിൽക്കൽ നീ നിൻ മന്നയായി പെയ്തുവല്ലോ. ദൈവമേ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ ഇൻമനം ദിവ്യകാരുണ്യമറിയുന്നു. ദൈവസ്നേഹം നുകരുന്നു.
കഴിവുറ്റ അധ്യാപകരും മികച്ച സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ സെയിൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എന്നും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പഠനരീതിയല്ല സെയിൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിനുള്ളത്. ക്ലാസ് മുറികൾക്ക് പുറത്തേക്കിറങ്ങി ലോകവുമായി ബന്ധപ്പെടുവാനും സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ച് പഠിച്ച് അതിൽ പങ്കാളികളായി അവർക്ക് ആശ്വാസവും തുണയുമേകുവാനുമെല്ലാം സെയിൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ കുട്ടികളെ എപ്പോഴും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ കാലങ്ങളിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ പണിതീർത്ത് കൊടുത്തിട്ടുള്ള 4-ലധികം ഭവനങ്ങളും അതുപോലെ തന്നെ സമീപത്തുള്ള ആശ്രമങ്ങളിലും ദൂരെ ഉള്ള ആശ്രമങ്ങളിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തികൾ. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ ജാതിമത ഭേദമന്യേ എല്ലാ കുട്ടികളും നൽകുന്ന സംഭാവന വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. പഠന സഹായം ആവശ്യമുള്ളവർക്കും ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്കും അതുപോലെ അവഗണിക്കപ്പെട്ട ആളുകളുടെ ഇടയിലേക്കും ഈ പണം ഉത്തരവാദിത്വത്തോടുകൂടി എത്തിക്കുവാൻ സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂൾ പാർലമെൻറ്റും അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി കടന്നു ചെല്ലാറുണ്ട്. Children are God's apostles, sent forth day by day to preach of love and hope and peace. And to make us aware of the drawbacks of our life, here comes our small apostles of classes 1 to 4 with a mesmerizing action song.
പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് നിലനിർത്തുന്ന ഞങ്ങളുടെ കുട്ടികളെ ഓർത്ത് ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. സെയിൻറ്റ് ആൻ്റണീസ് കുടുംബം, സാബ്സ് ഫാമിലി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധ മേഖലകളിലായി ഉന്നത പഠനത്തിലും ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൻ്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തിപ്പിടിക്കുന്നു. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവകൃപകൾ ഓർത്ത് ഞങ്ങൾ നല്ല തമ്പുരാന് നന്ദി പറയുന്നു. കുടുംബജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ശേഷം സന്യാസ ജീവിതവും ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ വിശുദ്ധ റീത്ത. ഒരു ദൃശ്യാവതരണത്തിലൂടെ വിശുദ്ധ റീത്തയുടെ ജീവിതകഥ നമ്മുടെ മുൻപിൽ എത്തിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ശത്രുക്കളോട് ക്ഷമിക്കാൻ തൻ്റെ മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിലും നിന്ന് അവരുടെ ജീവൻ ഇല്ലാതാക്കുന്നതാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരമ്മയുടെ കഥ. സ്വർഗത്തിന് അർഹയാകാൻ അവിശ്രമം അധ്വാനിച്ച ദൈവത്തിൻ്റെ ദത്തുപുത്രി, ദൈവത്തിൽ നിന്നും നന്മകൾ ചോദിച്ചു വാങ്ങിയ കാസിയയിലെ പനിനീർ പുഷ്പം, ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കൊടുമുടികൾ കീഴടക്കിയ സ്നേഹപുത്രിയുടെ കഥ. വിശുദ്ധ റീത്ത. അയ്യോ, അവിടെ ഒരു പോക്ക് കണ്ടില്ലേ? കുണുങ്ങി കുണുങ്ങി കുർബാന പുസ്തകം കൈ പിടിച്ച്. അതിന് നിനക്കെന്താ ഛേദം? നീയല്ലല്ലോ, അവളല്ലേ പോകുന്നത്. നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത്? അയ്യോടി, അത് റീത്തയുടെ കാര്യമാ. അവളെ പോലാകുന്ന് പറഞ്ഞ് എന്റെ അമ്മ എനിക്കിട്ടെന്നും പിടിച്ചിട്ട് തല്ല. നിനക്കട്ടാണെ അടിയല്ലേ കിട്ടിയുള്ളൂ, എനിക്കിട്ടാണെ ഇടിയും കൂടെ കിട്ടി. ദേ ഇത് കണ്ടോ, അമ്മച്ചി അടിച്ചതാ. ദേ ഇത് നോക്കിക്കേ, അപ്പച്ചൻ ഇടിച്ചതാ. എന്തിനാണെന്നറിയാമോ? റീത്തെ പോലെ ആകാൻ പറഞ്ഞിട്ടാ. ദൈവവിശ്വാസമുള്ള കുടുംബത്തിലെ കുട്ടിയെ അവള്. അവളുടെ അപ്പനും അമ്മയും തികഞ്ഞ ദൈവവിശ്വാസികളാ. നമുക്കും അവളെ പോലെ ആകണ്ടേ? എങ്കിൽ വാ, നമുക്ക് അവളോടൊപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, നന്മയിലെന്നും നയിക്കണമേ. ഫെറി, നീ ഇങ്ങ് വന്നേ. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. നാളെ മോളെയും കൂട്ടി നീ പള്ളി പോയാ മതി. അയ്യോ, അതെന്താ അന്തോനിച്ച? എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതല്ലേ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ മറക്കുന്നത് വിശുദ്ധ ബലിയുടെ ശക്തി കൊണ്ടല്ലേ. ശരിയാ ഫെറി, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. നേരാ, നമ്മുടെ പൊന്നുമോൾ നല്ലൊരു കുട്ടിയായി അറിയപ്പെടുന്നത് നമ്മുടെ നല്ല മാതൃകകൾ കണ്ട് അവൾ വളരുന്നത് കൊണ്ടാണ്. അപ്പച്ചാ, അമ്മച്ചി, എന്താ മോളെ? ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരും നിങ്ങളോടൊപ്പം പാടത്തേക്കുണ്ട്. അതിനെന്താ, പോയി എല്ലാവരെയും വിളിച്ചോണ്ട് വാ. എല്ലാവരും വരൂ, നമുക്കും റീത്തായോടൊപ്പം പാടത്തേക്ക് പോകാം. കൊയ്തിറങ്ങിയ പാടത്തും കച്ചമെതിക്കാൻ പോരുന്നു ദൈവം തന്നൊരു ദാനത്തെ നന്ദിയോടെന്നും കൈക്കൊള്ളാം, നന്ദിയോടെന്നും കൈക്കൊള്ളാം. ഹായ്, പ്രകൃതിയുടെ മനോഹാരിത നോക്കി കാണുവാൻ എന്ത് രസമാണെന്നോ. ദൈവത്തിന്റെ പാദസ്പർശമേറ്റ ഭൂമി മനുഷ്യന് ലഭിച്ച അനുഗ്രഹമാണ്. പറുദീസായുടെ പാർശ്വഭാഗങ്ങളിലൂടെ ദൈവവും മനുഷ്യനും കൈകോർത്ത് നടന്ന സായാജ്ഞ സവാരിയുടെ ഓർമ്മയാണ് എനിക്ക് ഈ പാടവും പുഴയും വരമ്പുകളും. റീത്തേ, മോളെ റീത്തേ, അപ്പച്ചനുള്ള ഭക്ഷണം എടുത്തു വെക്ക്. നീ കൊടുത്താലേ കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാ. അമ്മേ,
ഞാനിതാ വരുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തുതി. എത്ര നല്ല സ്ത്രീരത്നതയാണ് അങ്ങനിക്ക് അമ്മയായി തന്നിരിക്കുന്നത്. നന്മയുടെ നിറകുടങ്ങളായ മാതാപിതാക്കളെ തന്നതിന് ദൈവമേ, അങ്ങേക്ക് സ്തുതി. കാലങ്ങൾ പലതങ്ങ് മാറിയല്ലോ, ദൈവത്തിൻ ദിനങ്ങൾ കൊഴിഞ്ഞുവല്ലോ. കർത്താവ് കാട്ടിയ വീതിയിലൂടെ റീത്ത അവൾ നടന്നുവല്ലോ, റീത്ത അവൾ നടന്നുവല്ലോ. അമ്മേ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ദൈവത്തെ ഓർത്ത് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടരുതേ. ഞാൻ എന്റെ സ്വർഗീയ മണവാളന് എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. മോളെ, എന്താ ഇത്? എനിക്കും നിന്റെ അമ്മയ്ക്കും ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെ മുത്തച്ഛനും പുതുമുത്തച്ഛനും ഒക്കെ ആയി മരിക്കാനാ എന്റെ ആഗ്രഹം. മോളെ, നിന്റെ അപ്പച്ചന്റെ ആഗ്രഹം തന്നെയാണ് എന്റെയും. ഈ ഭൂമിയിൽ നീ പിറന്നു വീണപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകളിൽ നോക്കി ആ നെറുകയിൽ 1000 ചുംബനങ്ങൾ നൽകിയതുപോലെ നൽകുവാനുള്ള ഞങ്ങളുടെ അവകാശത്തെ മോളെ നീയായിട്ട് നശിപ്പിക്കരുതേ. അമ്മേ, അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും ആഗ്രഹം അതാണെങ്കിൽ ദൈവമേ. മനമൊരുകി കരയുന്നിതാ ദൈവമേ, ജീവിത പ്രതിസന്ധിയിൽ ശക്തി നൽകൂ ദൈവമേ. കഷ്ടം, നല്ലൊരു പെങ്കൊച്ചായിരുന്നു. ഇപ്പൊ കാണണം എല്ലാം തോലുമായി കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് പോലും തോന്നുകയില്ല. അയ്യോ, ഈ പറയുന്നയാൾ വല്ലതും കഴിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കണം. കണ്ടില്ലേ ഞാൻ ഇരിക്കുന്നത്? നീ ഇരിക്കുന്ന കാര്യമല്ല, ആ റീത്തയുടെ കാര്യമാ അവൾ പറഞ്ഞത്. പാവം, മാതാപിതാക്കളുടെ കണ്ണിൽ ഉണ്ണിയായിരുന്നു. ദൈവമേ, ഇപ്പോഴത്തെ ഒരവസ്ഥ. ആ കണ്ണിലുണ്ണിയാ ഇപ്പോൾ കെട്ടിയാൻ ഫെർഡിനാൾഡോ പന്താടി കളിക്കുന്നത്. അയാൾ ദൂർത്തനും മദ്യപാനിയുമാ. എന്റെ അമ്മോ, ഈ കഴിഞ്ഞ ദിവസം റീത്തയുടെ കെട്ടിയോൻ മൂക്കറ്റം കുടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, കൂട്ടുകാരാ എന്നെ അടുത്തൊന്ന് വീട്ടിൽ കൊണ്ടാക്കാവോന്ന്. പിന്നെ ഞാനൊരൊറ്റ എടുക്കുകയായിരുന്നു. എന്നിട്ട് റീത്തയുടെ വീട്ടിൽ കൊണ്ടാക്കി. ഇത്തിരി പോന്ന നീ എങ്ങനെയാ അവനെ റീത്തയുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നത്? എൻ്റെ അപ്പാപ്പ, ഞാൻ മാത്രമല്ലായിരുന്നു എന്നേ, എന്നേക്കാൾ വലിയ കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു. അവരാ കൊണ്ടാക്കിയത്. ആ, അങ്ങനെ പറ. റീത്തയുടെ കാര്യം കഷ്ടമാ. കഴിഞ്ഞ ദിവസം കണ്ണീരൊഴുക്കി കൈകൾ വിരിച്ചു പിടിച്ച് അവൾ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. കെട്ടിയോന്റെ കുടിമാറൻ. ഇങ്ങനെ കുടിക്കുന്ന കെട്ടിയന്മാരെ കൽത്തോണിൽ കെട്ടിയിട്ട് അടിക്കണം. മദ്യം വിൽക്കുന്ന ശാലകൾ പൊളിച്ച് ദൂരെ എറിയുകയും വേണം. ദൈവമേ, റീത്തയുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. റീതാതൻ പ്രാർത്ഥനയാലേ ഭർത്താവിൻ മനസ്സത് മാറി. കർത്താവിൻ വീതിയിലിതാ പോകുന്നു നല്ലൊരു തനയൻ. ദുഷ്ടത തൻ കൊടുവാളതുയർത്തി ഫ്രെഡിയുടെ മാറിലതാഞ്ഞു തറച്ചു. ദുഷ്ടത തൻ കൊടുവാളതുയർത്തി ഫ്രെഡിയുടെ മാറിലതാഞ്ഞു തറച്ചു. ദൈവമേ, ഇനി ഞങ്ങൾക്കൊരു ജീവിതമില്ലെങ്കിലും മാനസാന്തരപ്പെട്ട ഫെർഡിനാൾഡോയെ അങ്ങ് വിളിച്ചുവല്ലോ, അവിടത്തേക്ക് നന്ദി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പിതാവിനെ വകവരുത്തിയവരെ അതുപോലെ തന്നെ ചെയ്യണം. ജ്യേഷ്ഠ, ശരിയാണ്. അവനെ വെറുതെ വിടരുത്. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് വകവരുത്തണം. മക്കളെ, പപ്പായുടെ കാതകരോട് ക്ഷമിക്കൂ.
ക്ഷമിച്ചുവെന്ന് ഈ അമ്മയോട് പറയൂ. ഇല്ല, ഞങ്ങൾ പറയില്ല. അനുജന്മാരെ, അങ്ങനെ പറയരുത്. മക്കളെ, യേശുനാഥൻ ക്ഷമിക്കാനാ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ മാത്രമേ ചെയ്യാവൂ. ഇല്ല, ഞങ്ങൾ ക്ഷമിക്കില്ല. ഹൃദയം നുറുങ്ങി കരയുന്നൊരമ്മ, മക്കളെ തിരികെ വിളിക്കാൻ പ്രാർത്ഥിച്ചൊരമ്മ. ദൈവമേ, മാരക പാപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നീ എന്റെ മക്കളെ വിളിക്കണേ. എന്റെ മാതാപിതാക്കൾ, എന്റെ ഭർത്താവ്, എന്റെ ആൺമക്കൾ എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു. അവിടുത്തേക്ക് മഹത്വം. മഹത്വപൂർണയാം ദൈവത്തിൻ പുത്രി, സ്ത്രീകളിൽ നീന്നും അനുഗ്രഹീത. മഹത്വപൂർണയാം ദൈവത്തിൻ പുത്രി, സ്ത്രീകളിൽ നീന്നും അനുഗ്രഹീത. ക്രിസ്തുവിൻ മണവാട്ടിയാകുക നീ, ക്രിസ്തുവിൻ മണവാട്ടിയാകുക നീ. അതെ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീർന്ന റീത്ത നീണ്ട 46 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സിസ്റ്റർ റീത്ത, ഇത്രയും വർഷക്കാലം യേശുനാഥന്റെ മണവാട്ടിയായി ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് ആനന്ദമായിരുന്നുവെന്ന് അമ്മയുടെ പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തികളിലൂടെയും ഞങ്ങൾക്ക് ബോധ്യമായി. നേരാ മദർ, ഇത്രയും സന്തോഷകരമായ നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. റീത്തമ്മ, അമ്മ ഈ മഠത്തിൽ വന്നതിൽ പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലേ മദർ? അതെ, ദുഃഖത്തിന്റെ താഴ്വരയിൽ ക്ഷമയുടെ മാതൃക അമ്മ ലോകർക്കായി പകർന്നു നൽകി. ഉന്നത പദവികൾ വെടിഞ്ഞ് മഠത്തിന്റെ ചുവരുകൾക്കുള്ളിൽ സന്യാസികൾക്കൊരു മാതൃകയായി അമ്മ ഞങ്ങൾക്കായി ദാസി വേല ചെയ്തു. ഓ എന്റെ സ്നേഹനാഥ, ഇതിനു വേണ്ടിയായിരുന്നുവല്ലോ കഴിഞ്ഞ 76 വർഷത്തെ എന്റെ ജീവിതം. ഇതാ എന്റെ ജീവിതം ഇന്ന് സായുജ്യം അണിഞ്ഞിരിക്കുന്നു. ഓ എന്റെ സ്നേഹനാഥ, ഇത്രയും നാൾ എന്നെ കരുതി സംരക്ഷിച്ച നാഥ, അങ്ങേക്ക് നന്ദി. മദർ, എന്റെ ദേഹമാകെ തളരുന്നു. എനിക്ക് പോകുവാൻ സമയമായി. ഈശോ, മറിയം, യൗസേപ്പേ. റീത്തമ്മ, റീത്തമ്മ. അണയുന്ന തിരിയിലേക്ക് എണ്ണ പകരുന്ന ജീവന്റെ നാഥ കനിയേണമേ. ജീവിതത്തിൻ വ്യതകൾ മാറ്റി നീ എന്നെ സ്വീകരിക്കൂ നാഥ. പൂജാമലരാക്കൂ നീ എന്നെ സ്വീകരിക്കൂ നാഥ. പൂജാമലരാക്കൂ. നല്ലൊരു മകളായി, നല്ലൊരു അമ്മയായി, നല്ലൊരു സന്യാസിനിയായി ജീവിച്ചു മരിച്ച വിശുദ്ധ റീത്ത നമുക്കേവർക്കും മാതൃകയാകട്ടെ. കണ്ണടയും വരെയും ക്രിസ്തുവിന് സാക്ഷികളാകാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.